എൻ്റെ പേര് ജ്യോതി സെബാസ്റ്റ്യൻ. ഞാൻ UK സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ജൂലൈ 2-ാം തീയതിയാണ്. എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് എൻ്റെ മമ്മിയുടെ തലകറക്കമാണ്. അത് 8 വർഷത്തിന് മുകളിലായിട്ട് തലകറക്കം ഉണ്ടായിരുന്നു. തലകറക്കം വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു. കണ്ണ് തുറക്കാൻ പോലും പറ്റിയില്ല, എവിടെയെങ്കിലും വീഴുന്ന പോലെയൊക്കെ അങ്ങനെയായിരുന്നു. അത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അടുത്ത എൻ്റെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത്, എനിക്ക് കോവിഡ് 2022 വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബെൽസ് പാൾസി എന്ന കോംപ്ലിക്കേഷൻ വരികയും എൻ്റെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോവുകയും ചെയ്തതിൻ്റെ ഫലമായി എല്ലാ മസിലുകളും വീക്കായി. എൻ്റെ കൺപോളകൾ ലെഫ്റ്റ് സൈഡിലെ കൺപോള തുറന്നിരിക്കുകയില്ലായിരുന്നു. അതുമൂലം എനിക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 7 മാസത്തോളമായിട്ട് ഞാൻ സിക്ക് ലീവിലായിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ കണ്ണ് കാണാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സാധിക്കുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട്, ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൺപോളകൾക്ക് ബലം പ്രാപിക്കുകയും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കോവിഡിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒത്തിരി മറവിയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും അതുപോലെ ഒത്തിരി ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം യൂസ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം മാറിക്കിട്ടുകയും മാതാവ് എൻ്റെ കൂടെ വന്ന് ജോലിക്ക് എന്നെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ മുട്ടുകൾക്ക് ഭയങ്കര വേദനയായിരുന്നു. കോവിഡ് വന്നതിന് ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ ഹൃദയം ഇടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയും അതിനുശേഷം എനിക്ക് ഇതുവരെ മുട്ടുവേദന വന്നിട്ടില്ല. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ, ഹോംലെസ് ആയിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുകയും അവർക്ക് വേണ്ട വെള്ളവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. അതുപോലെ ഫുഡ് ബാങ്കിലേക്ക് ഫുഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ യൂത്ത് മിനിസ്ട്രിക്കായിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. എന്നെ ഇവിടെ നിർത്തിയതിന് തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 34-ാം തിരുവചനം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ജ്യോതി സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പ്രത്യേകമായ നന്മകളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യം സഹോദരിയുടെ അമ്മയ്ക്കുണ്ടായിരുന്ന രോഗാവസ്ഥകൾ, അത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുകയും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായി മാറുകയും പിന്നീട് വർഷങ്ങളായി അതിന്നുവരെയും ആവർത്തിക്കാതെ ആരോഗ്യത്തോടെ അമ്മ ജീവിക്കുന്നതിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് കോവിഡിന് ശേഷം സഹോദരിക്ക് വന്നിരുന്ന രോഗാവസ്ഥകൾ, അത് ഏറെ ക്ലേശപൂർണമായി ജീവിതം മാറ്റുമ്പോഴും അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ആ ശരീരത്തിലുണ്ടായ എല്ലാ പ്രയാസങ്ങളും മുഖത്തിലുണ്ടായ എല്ലാ പോരായ്മകളും പൂർണ്ണമായി സൗഖ്യപ്പെടുകയും സാധാരണ ജീവിതം നയിക്കുവാനായിട്ട് സഹോദരിക്ക് സാധിക്കുന്നതിനെയാണ് നന്മയോടെ സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം മുട്ടുവേദന കലശലായി അനുഭവപ്പെട്ടതും അതിൽ നിന്ന് ലഭിച്ച പൂർണ്ണ സൗഖ്യത്തെയും അതിലുടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ലഭിച്ച സംരക്ഷണത്തെയും പ്രത്യേകമായിട്ട് സഹോദരി സാക്ഷ്യപ്പെടുത്തി. ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത, അത് നമ്മളെ ഓരോരുത്തരെയും ദൈവസ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കൂടുതൽ സന്നദ്ധരാക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് എപ്പോഴും അത് നിത്യകാലത്തേക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ, ആത്മാവിനെ ഒരുക്കുന്നതിന് വേണ്ടിയുമാണ്. ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുന്നതിന് വേണ്ടിയല്ല. വരാനിരിക്കുന്ന ലോകത്തിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മാക്കൾ അത് സുരക്ഷിതമാകുന്നതിന് വേണ്ടി, ദൈവസന്നിധിയിൽ അവ കൃപ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിൽ നമ്മൾ എപ്പോഴും ഓരോ നന്മ പ്രവൃത്തിയും ചെയ്യുന്നത്. സഹോദരി സാക്ഷ്യത്തിൽ പങ്കുവെക്കുന്നുണ്ട്, തൻ്റെ കാരുണ്യ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് എപ്പോഴും നന്മ ചെയ്യുവാൻ സദാ സന്നദ്ധയാവുകയും അതിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും തൻ്റെ ഉടമ്പടിയിൽ കൂടുതൽ ബലപ്പെടുന്നതിനും ആഴപ്പെടുന്നതിനും നിരന്തരം ശ്രദ്ധിക്കുന്നുവെന്ന്. ഉടമ്പടിയിലായിരിക്കുന്ന ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്തമാണ്, ഒന്ന്, ദൈവസ്നേഹത്തെ പ്രതി സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുന്നവരാവുക, ഉള്ളതിൽ നിന്നൊരൽപ്പം എന്നും ഔദാര്യത്തോടെ പങ്കുവയ്ക്കുവാൻ സന്നദ്ധരാവുക. മറ്റൊന്ന്, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് സുവിശേഷ സാക്ഷ്യമാക്കി പങ്കുവയ്ക്കുക. അത് വിശ്വാസം കൈമാറുന്നതിന്, വിശ്വാസം ആഴപ്പെടുത്തുന്നതിന്, അറിയാത്തവർക്ക് വിശ്വാസം പങ്കുവയ്ക്കുന്നതിന്
നമ്മുടെ ജീവിതത്തെ എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് തയ്യാറാവുക. അത് കൃപാസനം പത്രത്തിലൂടെ അച്ഛൻ്റെ ധ്യാനം പങ്കുവെച്ചുകൊണ്ട് ഡെയിലി ബ്രെഡ് എന്ന ഓരോ ദിവസവുമുള്ള ആ സുവിശേഷ വചനത്തെയും പ്രാർത്ഥനകളെയും മറ്റുള്ളവർക്ക് നന്മയ്ക്കായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവമാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നതും ഭരിക്കുന്നതും, ആ ദൈവത്തിന് ഹിതകരമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തോട് ഞാൻ ഒരിക്കലും ചേർത്ത് വയ്ക്കില്ല എന്ന ഒരു നിലപാട് നമ്മൾ ഉടമ്പടി ജീവിതത്തിലൂടെ സ്വന്തമാക്കുകയാണ്. ഭൗതികമായ നന്മകൾക്കൊപ്പം ആത്മീയമായ ഈ ബലപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിൽ ഉറച്ചവരാവുക, ദൈവത്തിന് നമ്മളെ വിശ്വാസമുള്ളവരാവുക, നമ്മൾ വരുംകാല ജീവിതത്തിന് വേണ്ടി ഈ ലോക ജീവിതത്തെ ഒരുക്കുന്നവരാവുക. അതിന് നമ്മളെ കൂടുതൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹോദരിക്കും കുടുംബത്തിനും ലഭിച്ച ഈ നന്മകൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.